ഗുഡ് മോർണിംഗ്. 5ാം ക്ലാസ്സിലെ പുതിയ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പിക്ചേഴ്സ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ലൈൻസ് ആൻഡ് സർക്കിൾസ്. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ലൈൻസ് സ്ലാൻഡഡ് ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്. പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് കാണുന്നുണ്ട്, ചെരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷനാണ് ചാപ്റ്റർ സ്റ്റാർട്ടിൽ വരുന്നത്. നമുക്കൊന്നും അത്ര അത്യാവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള റെക്റ്റാങ്കിള് ഇതൊക്കെ എങ്ങനെ വരയ്ക്കുക, കറക്റ്റ് മെഷർമെൻറ്റിൽ ചെരിഞ്ഞ് പോകാതെ എങ്ങനെ വരയ്ക്കുക എന്നുള്ള നോക്കാനുള്ള. നമുക്ക് നമ്മുടെ ജോമെട്രി ബോക്സിലെ സ്കെയില്, അതുപോലെ തന്നെ നമുക്ക് 2 സെറ്റ് സ്ക്വയർ ഉണ്ട്. ഈ 2 സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് പിക്ചർ പേജ് നമ്പർ 9 റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 സെൻറ്റിമീറ്റർ, അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 സെൻറ്റിമീറ്റർ. വരയ്ക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ബേസ് വരച്ച് വെക്കാം. ബേസ് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സ്കെയിലെടുത്തിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ 5 സെൻറ്റിമീറ്റർ വരച്ചെടുക്കാം. 0 സ്റ്റാർട്ട് ചെയ്ത് 5 എന്ത് ചെയ്യാം, എൻഡ് ചെയ്യാം. ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ തന്നെ മുകളിലേക്ക് അപ്രൈറ്റായിട്ട് 2 സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്. അത് ചെരിഞ്ഞ് പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് ഈ കോർണറിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ബോക്സിനകത്ത് കാണുന്ന സെറ്റ് സ്ക്വയർ. അപ്പോൾ 2 സെറ്റ് സ്ക്വയർ ഉണ്ട്, വലുതും ചെറുതെടുക്കാം, ഏതൊരു കുഴപ്പമില്ല. സെറ്റ് സ്ക്വയർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്ന ആ കോർണറിൽ വേണം സെറ്റ് സ്ക്വയറിൻ്റെ എഡ്ജ് ഇവിടെ ടച്ച് ചെയ്യണം. അത് മാത്രം പോരാ, ഇനി എവിടെ വെച്ചിട്ടാണോ വരയ്ക്കുന്നത് ആ ഒരു ബേസ് ലൈനിൻ്റെ മുകളിൽ സെറ്റ് സ്ക്വയറിൻ്റെ അടിഭാഗം വരെയും വേണം. അപ്പോൾ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു ഭാഗം ലൈനിൻ്റെ മുകളിൽ കൃത്യമായിട്ട് വെച്ചു. പിന്നെ നമുക്കിനി വരയ്ക്കാനുള്ള ഭാഗത്ത് ആ കോർണർ ടച്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൈഡിൽ 3 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. ചില കുട്ടികളുടെ സെറ്റ് സ്ക്വയറിനകത്ത് ഇവിടെ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കും, ചിലത് അങ്ങനെ കറക്റ്റ് ആവാറില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നുണ്ട്, 3. ഇനി അത് കറക്റ്റ് 3 എന്നല്ലേന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കാം. കറക്റ്റ് 3 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ എഴുതാം. 3 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ 2 ലൈൻസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇവിടെയും അപ്രൈറ്റ് ലൈൻ ഉണ്ട്, നോക്കാം. അത് വരയ്ക്കാനായിട്ട് സെറ്റ് സ്ക്വയറിനെ ഉപയോഗിക്കുന്നത്. സെറ്റ് സ്ക്വയറിൻ്റെ എഡ്ജ് ഈ കോർണർ ടച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, സെറ്റ് സ്ക്വയറിൻ്റെ അടിഭാഗം എന്ത് ചെയ്യണം, ലൈനിൻ്റെ മുകളിലായിരിക്കണം. സെറ്റ് സ്ക്വയറിൻ്റെ അടിഭാഗം ലൈനിൻ്റെ മുകളിലായിരിക്കണം. വെച്ചു, കോർണർ ടച്ചും ചെയ്തു. ഈ 2 കണ്ടീഷനും ഒക്കെ അവിടെ പിക്ചർ കറക്റ്റാവും. വരയ്ക്കാനുള്ള ഭാഗത്തിൻ്റെ അവിടെ കോർണർ ടച്ച് ചെയ്ത് വെക്കുക, ലൈനിന് മുകളിൽ സെറ്റ് സ്ക്വയർ കയറ്റി വയ്ക്കുക. ഇനി നേരത്തെ കാണിച്ച പോലെ തന്നെ 3 എന്ത് ചെയ്യുക, വരച്ചെടുക്കുക. അവിടെ ഒരു ഔട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, അളന്ന് നോക്കുകയും ചെയ്യാം. 3 സെൻറ്റിമീറ്റർ കറക്റ്റ് ഉണ്ട്. 3 സെൻറ്റിമീറ്റർ. ഇനി ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ പേജ് നമ്പർ 9 ഫസ്റ്റ് പിക്ചർ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്.